أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും രഹസ്യമേഖലയിലും പരസ്യമേഖലയിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നാം ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് നിർവഹിച്ചത്. അതിലൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മുന്നറിയിപ്പുകാരനായി വരാനിരിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. രണ്ടാമതായി, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന, വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ അനുഭൂതികളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച അതേ ധർമ്മമാണ്, ദൗത്യമാണ് വിശ്വാസികളായ നമ്മളും ഈ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം 39-ാമത്തെ ആയത്തിൽ കൂടി സൂചിപ്പിക്കുന്നത്. വഅൻദിർഹും യൗമൽ ഹസ്റ ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. നഷ്ടബോധത്തിന്റെ ദിവസത്തെപ്പറ്റി, അഥവാ കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുന്ന സന്ദർഭത്തെപ്പറ്റി നീ അവർക്ക് താക്കീത് നൽകുന്നു. ഇപ്പോ സഹോദരങ്ങളെ, നമുക്ക് സുവർണാവസരങ്ങളുണ്ട്. എന്തിനുള്ള അവസരമാണ് നമുക്കുള്ളത്? കർമ്മങ്ങൾ നന്നാക്കി തീർക്കാൻ, വിശ്വാസം വിമലീകരിക്കാൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തൗഹീദിൽ മായം കലർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൽമുള്ള സദസ്സുകളിൽ, ഇൽമ് പകരുന്ന വേദികളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ തൗഹീദ് ശരിയാക്കാൻ ആവശ്യമായിട്ടുള്ള
അറിവുകൾ സമാഹരിക്കാനും നമ്മുടെ വിശ്വാസം വിമലീകരിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ അതിനുള്ള അവസരം ഈ ദുനിയാവിലാണ് നമുക്ക് ഉള്ളത്. പോരാ, ആ വിശ്വാസം നന്നായി കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് നമ്മൾ നിർവഹിക്കേണ്ട സൽക്കർമ്മങ്ങൾ അതേതൊക്കെയെന്ന് കൃത്യമായി പഠനം നടത്തി നിർവഹിക്കപ്പെടേണ്ടതും അതിനുള്ള അറിവുകൾ സമാഹരിക്കേണ്ടതും ഈ ദുനിയാവിൽ വെച്ചാണ്. ഇത് രണ്ടും നഷ്ടപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് നാളെ ഖേദമായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വഅൻദിർഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകണം, നീ അവർക്ക് താക്കീത് നൽകണം. യൗമൽ ഹസ്റ, ഹസ്റ എന്ന് പറഞ്ഞാൽ നഷ്ടബോധത്തിന്റെ ദിവസത്തെ സംബന്ധിച്ച്. ഇത് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുമിനൂൻ, അവർ അശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചായി പറയുന്നത് ഒരു തരം ഗഫ്ലത്തിൽ, അശ്രദ്ധയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് പരലോകത്ത് വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും സഹോദരങ്ങളെ. ആ നഷ്ടം സംഭവിക്കാതിരിക്കാനാണ് ഓരോ വെള്ളിയാഴ്ചയും ഖുത്ബയിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ദുനിയാവിന് വലിയ കച്ചവടത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു, അത് നികത്താൻ പറ്റും. ഒരു വലിയ വീടുണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു, അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എന്നാൽ പരലോകത്ത് വെച്ച് നടത്തപ്പെടുന്ന നഷ്ടം, സ്വർഗം കിട്ടാതെയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നഷ്ടം. ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ ഈ ദുനിയാവിൽ നമ്മൾ മുഴുകുക. നമുക്ക് സമയമില്ലായിട്ടല്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. എന്നാൽ ആ സമയം ഒരു ഉപകാരവുമില്ലാത്ത, ആത്യന്തികമായി പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിലല്ല. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവില് ഭൗതികമായ ജീവിതത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ പാരത്രികമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് വലിയ നഷ്ടമാണ്. ആ നഷ്ടം സംഭവിച്ച ഒരു വ്യക്തി മരണത്തിന് ശേഷം രണ്ടാമത് ദുനിയാവിലേക്ക് തിരിച്ചയക്കപ്പെട്ട് ജീവിതം നന്നാക്കാനുള്ള അവസരം അയാൾക്കൊരിക്കലും കിട്ടൂല. ഒരൊറ്റ ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ലാ യദ്ഖുലു അഹദുൻ അൽ ജന്ന, ലാ യദ്ഖുലു അഹദുൻ അൽ ജന്ന ഇല്ലാ റആ മഖഅദഹു മിനൻ നാർ ലൗ അസാഅ ലിയസ്ദാദ ശുക്രൻ വലാ യദ്ഖുലു النار അഹദുൻ ഇല്ലാ ഉരിയ മിനൽ ജന്ന ലൗ അഹ്സന ലിയകൂന അലൈഹി ഹസ്ബ. ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള വചനം ഇപ്രകാരമാണ്: സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്കും തന്നെ താൻ നരകത്തിൽ പോകേണ്ടിയിരുന്ന ആ ഒഴിഞ്ഞു കിടക്കുന്ന ഇടം കാണിച്ചു കൊടുക്കപ്പെടാതെ അവിടെ പ്രവേശിക്കാനാവില്ല. എന്താ സഹോദരങ്ങളെ പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്കും തന്നെ താൻ നരകത്തിൽ പോകേണ്ടിയിരുന്ന ആ ഒഴിഞ്ഞു കിടക്കുന്ന ഇടം കാണിച്ചു കൊടുക്കപ്പെടാതെ ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അവൻ ജീവിതത്തിലെങ്ങാനും തിന്മ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ നരകമായിരുന്നു അവന്റെ സ്ഥാനം. ഇത് അവൻ കൂടുതൽ നന്ദിയുള്ളവനാകാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്കും തന്നെ, രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്, നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്കും തന്നെ സ്വർഗത്തിൽ പോകേണ്ടിയിരുന്ന ആ ഒഴിഞ്ഞു കിടക്കുന്ന ഇടം കാണിച്ചു കൊടുക്കപ്പെടാതെ ആ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കില്ല. അവനെങ്ങാനും ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്വർഗമായിരുന്നു അവന്റെ സ്ഥാനം. ഇത് അവൻ കൂടുതൽ ഖേദിക്കാൻ വേണ്ടി, ദുഃഖിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ
പ്രവേശിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ അവന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കുന്നത്. എന്താണ് ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ? നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്വർഗാവകാശികൾക്ക് തങ്ങൾ രക്ഷപ്പെട്ട ആ ഭയാനകമായിട്ടുള്ള അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുമ്പോൾ, സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ തങ്ങൾ രക്ഷപ്പെട്ട നരകത്തിന്റെ ഭയാനകമായിട്ടുള്ള ആ അവസ്ഥ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അല്ലാഹുവോട് കൂടുതൽ സ്നേഹവും നന്ദിയും തോന്നും എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ, നരകാവകാശികൾക്ക് തങ്ങൾ നേരിടേണ്ടിയിരുന്ന വലിയ ഭാഗ്യം, അതായത് സ്വർഗം അവർക്ക് നഷ്ടപ്പെട്ടു എന്നത് കാണുമ്പോൾ അവരുടെ ദുഃഖം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അപ്പൊ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖേദത്തിന് മുകളിൽ ഖേദമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിക്കുന്ന ആൾക്ക് സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥാനം കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്താ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പാഠം? സ്വർഗത്തിലും നരകത്തിലും എല്ലാവർക്കും ഒരു ഇടമുണ്ട്. എന്നാൽ ഒരു വ്യക്തി നന്മ ചെയ്ത് സ്വർഗത്തിൽ പോകുന്ന സന്ദർഭത്തിൽ അയാൾക്ക് വേണ്ടി നരകത്തിൽ മാറ്റിവെച്ച ഇടം ഒഴിവാകുന്നു എന്നുള്ളതാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിന്മ ചെയ്ത് നരകത്തിൽ പോകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കിട്ടേണ്ടിയിരിക്കുന്ന ഇടം നഷ്ടപ്പെടുന്നു. സഹോദരന്മാരെ, നന്ദിയുടെ പ്രാധാന്യം എത്രത്തോളം നമ്മൾ അല്ലാഹുവിന് നന്ദി കാണിക്കണം. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഒരാൾക്ക് നരകത്തിലുള്ള സ്ഥാനം കാണിച്ചു കൊടുക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, രക്ഷപ്പെട്ടതിലുള്ള സന്തോഷം. അതായത് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വരുന്ന സന്ദർഭത്തിൽ ആ അപകടത്തിൽ നിന്ന് ഞാൻ കഴിച്ചിലായതിന്, രക്ഷപ്പെട്ടതിന് എത്ര വലിയ സന്തോഷം എന്റെ ഉള്ളിലുണ്ടാകും. ഈ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഫീല് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലുള്ള സുഖസൗകര്യങ്ങളുടെ മൂല്യം അയാൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹിനോടുള്ള നന്ദി ഓരോ സെക്കൻഡിലും വിശ്വാസി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്വന്തം കഴിവ് കൊണ്ടോ പരിശ്രമങ്ങൾ കൊണ്ടോ അല്ല സ്വർഗം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുഴുവൻ ആയുസ്സും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താലും ശരി, ആ ഇബാദത്ത് കൊണ്ട് നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടാണ് താൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ സ്ഥാനം കാണിച്ചു കൊടുക്കുന്നത്. മൂന്നാമത്തെ സംഗതി, ഒരു വലിയ നഷ്ടബോധം, ഹസ്ര. നരകാവകാശികളായ ആളുകൾക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ശിക്ഷയുടെ തീവ്രത അവർക്ക് വർദ്ധിപ്പിക്കപ്പെടുന്നു. താൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന ആ മഹാഭാഗ്യം നഷ്ടപ്പെട്ടല്ലോ എന്ന ഖേദമാണ് നരകാവകാശികൾക്കുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഒന്നാമത്തെ കാര്യം? സന്ദർഭവും സമയവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു വലിയ സന്ദർഭം നമുക്ക് കിട്ടിയിട്ട്, അവസരം നമുക്ക് കിട്ടിയിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നഷ്ടം നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വരും. ഇപ്പോ നമ്മൾ ഭൂമിയിലാണ്. നമ്മുടെ സ്വർഗത്തിലെ സ്ഥാനം ഉറപ്പിക്കാനും നരകത്തിലെ സ്ഥാനം ഒഴിവാക്കാനുമുള്ള എല്ലാ ചാൻസുകളും കർമ്മങ്ങളിൽ കൂടി, വിശ്വാസത്തിൽ കൂടി നമുക്ക് സാധ്യമാണ്. അതിനുള്ള ഗോൾഡൻ ചാൻസസ്, സുവർണാവസരങ്ങൾ വരാനിരിക്കുകയാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റമദാൻ സമാഗതമായിരിക്കുന്നു. പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിതമാകുന്ന
നന്മകൾ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും തുറന്നുകൊടുക്കുന്ന, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു വലിയ മാസം വരാനിരിക്കുന്നു. ആ മാസത്തെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഈ ഒരു ചിന്തയിൽ കൂടിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വിനയപ്പെടുക എന്നുള്ളത്. നമ്മളൊക്കെ വിനയത്തിന്റെ ആൾരൂപങ്ങളായി മാറണം. ഒരാളും പറയണ്ട, ഞാൻ അമലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ എന്റെ അമലോട് നേരിട്ടങ്ങ് സ്വർഗത്തിൽ കയറും എന്നുള്ള വിശ്വാസം നമുക്ക് വേണ്ട. അള്ളാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സഹാബികൾ ചോദിക്കുന്നുണ്ട്, അങ്ങക്കും അങ്ങനെയാണോ പ്രവാചകരെ? തീർച്ചയായും. വസിഅത്ത് റഹ്മതി കുല്ല ഷൈഇൻ, അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം സാധ്യമാവുള്ളൂ. അതുകൊണ്ട് നാം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷം വരെ ഈ സീറ്റുകൾ നമുക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. സ്വർഗത്തിലും സീറ്റുണ്ട്, നരകത്തിലും സീറ്റുണ്ട്. ഏത് സീറ്റിലാണ് നമുക്ക് റിസർവേഷൻ കിട്ടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നിയ്യത്തും നമ്മുടെ സൽക്കർമ്മങ്ങളുമാണ്. അതുകൊണ്ട് സ്വർഗത്തിലുള്ള സീറ്റ് ഉറപ്പുവരുത്താൻ ഓരോ ദിവസവും ചെറിയ ചെറിയ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ചെറിയ കർമ്മങ്ങളും പരലോകത്ത് വലിയ നന്മയായി രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട് സൂറത്ത് ഖാഫിൽ, വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എത്ര മനോഹരമായ ഒരാശയമാണ് സഹോദരങ്ങളെ ഈ ആയത്ത് നമുക്ക് നൽകുന്നത്. അള്ളാഹ് പറയാണ് നമ്മളോട്, നമ്മുടെ ഹൃദയത്തോട് വിശുദ്ധ ഖുർആൻ സംവദിക്കുകയാണ്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സ് ഏതൊന്നിനെ സംബന്ധിച്ച് മന്ത്രിക്കുന്നുവോ അത് നാം അറിയുന്നു. അപ്പോ പള്ളിയിൽ മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് എന്റെ ഖുത്ബ ശ്രവിക്കുന്ന 100 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരുടെയും ഹൃദയം എന്താണ് മന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ട്. അവന്റെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ അവനാണ് നമ്മുടെ ഖണ്ഡനാടിയേക്കാൾ നമ്മുടെ അടുത്തത്. മനുഷ്യന്റെ ഖണ്ഡനാടിയേക്കാൾ അവനോടടുത്ത് അള്ളയുണ്ട്. ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. സൂറത്ത് ഖാഫ് 17-ാമത്തെ വചനമാണ്. അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വേറിട്ട് പോകാതെ ഇരുന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഏറ്റെടുക്കുന്ന ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു ബോധം വിശ്വാസികളായ നമുക്കുണ്ടെങ്കിൽ തെറ്റെങ്ങനെ നമ്മൾ ചെയ്യാം? ഇരുട്ടിന്റെ ഉള്ളിലാണെങ്കിലും ശരി, ആരുമില്ല എങ്കിൽ ശരി, ഒരു വിശ്വാസിക്കൊരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം 24 hours 24 മണിക്കൂറും ഇടതുഭാഗത്തും വലതുഭാഗത്തും അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മലക്കുകളുണ്ട് എന്ന ബോധം വിശുദ്ധ ഖുർആൻ അവന് നൽകുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ വീക്ഷകർ തന്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരു വാക്കും അവൻ ഉച്ചരിക്കുകയില്ല. ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും കൃത്യമായി രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു മലക്കുകളെ കൃത്യമായിട്ട് വലതുഭാഗത്തും ഇടതുഭാഗത്തും സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ബോധം നമുക്കുണ്ടായാൽ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ആ ഒരു വഖാർ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ സാധിക്കുക? മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന രഹസ്യങ്ങൾ പോലും അള്ളാഹു അറിയുന്നു. അവന്റെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡനാടിയേക്കാൾ അടുത്ത ബന്ധമാണ് അള്ളാഹുവിന് അവനോടുള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹിനെ പറ്റിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. ഈ ഒരു ബോധമാണ് വിശ്വാസികളെ നമുക്കുണ്ടാവേണ്ടത്. അപ്പൊ ഒരിക്കലും തെറ്റിലേക്ക് പോകാൻ നമുക്ക് പറ്റൂല. മൊബൈൽ ഫോൺ എന്നുള്ള
ആധുനികമായ ഗാഡ്ജറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ, സ്വകാര്യ കാര്യങ്ങൾ പരതുമ്പോ അവൻ ചിന്തിച്ചു പോവാണ്, ഇതാരും അറിയുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, വിരലനക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നീക്കങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി, ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന, നമ്മുടെ മന്ത്രങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹു ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാൻ ആ ഒരു തീരുമാനമാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഏത് നല്ല കാര്യങ്ങൾക്കും നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുങ്ങാറുണ്ട്. അതായത് നമ്മളെ നാട്ടിൽ, നമ്മളെ വീട്ടിൽ നമ്മുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. ആ കല്യാണത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുക്കം നടത്തും. ഇപ്പൊ നല്ല പണ്ടം കൊടുക്കണം, സ്വർണം കൊടുക്കണം, നമ്മൾ ചിന്തിക്കണം. വീടൊന്ന് കിട്ടും മട്ടും നന്നാക്കണം, പെയിന്റ് അടിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, കുറെ ആളുകളെ ക്ഷണിക്കണം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. എന്നാൽ വിശിഷ്ടമായ ഒരു മാസം, നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ പങ്കെടുത്ത ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിലാണ്. നമ്മൾ അറിയണം, അടുത്ത റമദാനിൽ നമുക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകപ്പെടുമോ? ഈ റമദാനിൽ ജീവിക്കാൻ തൗഫീഖ് നൽകപ്പെടുമോ? നമുക്കറിയില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള വ്യക്തി എന്താ ചെയ്യുക? ഒരു റമദാൻ ഒരാളുടെ ജീവിതത്തിൽ കിട്ടാന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ മാസത്തിൽ എന്നെ ജീവിപ്പിക്കണമേ എന്ന് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകനും സഹാബെ കിറാമും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ചുണി പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മളെ സഹോദരിമാരൊക്കെ സാധാരണ വീട്ടിലുള്ള സകല സാധനം കഴുകി വൃത്തിയാക്കും, കർട്ടനൊക്കെ കഴുകും അല്ലെങ്കിൽ വൃത്തിയാക്കും, വീട് പെയിന്റ് അടിക്കും. ഇതൊന്നുമല്ല നോമ്പ്, ഇതൊന്നും ചെയ്യണ്ടെന്നുമല്ല. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കറ പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ആത്മീയമായിട്ട് അല്ലാഹുവോട് അടുക്കാൻ, നമ്മുടെ അമലുകളിൽ വന്നുപോയ വീഴ്ചകൾ അള്ളാഹിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ധാരാളമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, റമദാനിന്റെ ദിനരാത്രങ്ങൾ ആരാധനകളിൽ മുഴുകാൻ തയ്യാറെടുപ്പ് നമ്മളിപ്പം നടത്തിക്കഴിഞ്ഞാൽ ആ റമദാൻ മാസം കച്ചവടത്തിന് ഓടണ്ട. എന്റെ അർത്ഥം 11 മാസം മനുഷ്യർ കച്ചവടം ചെയ്യാം. നല്ല മനുഷ്യന്മാരെന്ത് ചെയ്യും? ഒരു മാസത്തെ കച്ചവടം താൽക്കാലികമായി മാറ്റിവെക്കും. കാരണം അള്ളാഹിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസം കച്ചവടം എനിക്ക് അതിന് തടസ്സമാവരുത് എന്ന ചിന്ത ഉള്ള ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത്രമാത്രം സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുണ്ട്. കാരണം ആരാധന ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുന്ന പുണ്യത്തിന്റെ പൂക്കാലമായ ഒരു മാസം, അതാണ് റമദാൻ. അതാണ് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നത്. ഷഅബാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അള്ളാഹുവോട് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ ഖുർബത്ത് ലഭിക്കുന്ന, സാമീപ്യം കരസ്ഥമാക്കുന്ന സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ആ ഒരു മനസ്സിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. തൗഫീഖ് അല്ലാഹ് നൽകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ദുആ ചെയ്യുക. റമദാനിൽ ഉംറ ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ
ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമ്പത്തുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത കുറെ സഹോദരങ്ങളുണ്ട്. ഇതൊന്നും ലൈക്കല്ല. ഓരോ ഹൃദയത്തിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തന വന്നില്ല. കാരണം അവര് അശ്രദ്ധയിലാണ്. വലിയ ഖേദമായിരിക്കും പരലോകത്ത് വരുന്നുണ്ടാവുക. അതുകൊണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ സഹോദരങ്ങളെ എപ്പോഴും നമുക്ക് മുന്നറിയിപ്പുകളും ഇത്തരം ഉത്ബോധനങ്ങളും ലഭിക്കുന്നത് നമുക്ക് മാറ്റം ഉണ്ടാവാനാണ്. ഓരോരുത്തരും ചിന്തിക്കുക, ഞാനാണ് മാറേണ്ടത്, സംസാരിക്കുന്ന ഞാനാണ് മാറേണ്ടത്, കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുക, കേൾക്കുന്ന ഞാനാണ് മാറേണ്ടത്. ഇങ്ങനെയുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഇത്തരം നല്ല സംസ്കാരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു ആഗ്രഹവും ഇഷ്ടമൊക്കെ നമുക്കുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ സൂക്ഷ്മത പുലർത്താനും സത്യസന്ധമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ ആരോഗ്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, പള്ളിയിൽ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇബാദത്തെടുത്ത ആളുകൾ അസുഖബാധിതരാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين.